നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് വാഹനത്തിൻ്റെ, അതായത് കാറിൻ്റെ ഫ്രണ്ട് റിയർ വൈപ്പർ ബ്ലേഡ് എങ്ങനെ വീട്ടിൽ വെച്ച് തന്നെ മാറ്റാമെന്നാണ്. ഇതിനായി ആദ്യം തന്നെ ഈ വൈപ്പർ ഇങ്ങനെ നിവർത്തുക. അതിനുശേഷം ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു ചെറിയൊരു ബട്ടൺ ഉണ്ടാവും, കാണുന്നില്ലേ? ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ ഈ ഒരു വൈപ്പർ ബ്ലേഡ് ഫ്രണ്ടിലേക്ക് നീക്കിയാൽ വളരെ എളുപ്പത്തിൽ തന്നെ ഈ ഒരു വൈപ്പർ ബ്ലേഡ് ഊരിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു കൈ കൊണ്ട് ഈ ബട്ടൺ പ്രസ് ചെയ്ത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നീക്കിയാൽ മതി. ഉണ്ടല്ലേ? ഈ വൈപ്പർ ബ്ലേഡ് വളരെ എളുപ്പത്തിൽ തന്നെ എടുക്കാൻ സാധിച്ചു. ഇനി വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇങ്ങനെ ഒരു തുണി വെച്ച് ഇവിടെ വെക്കുക, അല്ലെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഗ്ലാസ്സിൽ വീണ് ഗ്ലാസ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ഇനി തിരിച്ചിടുന്നത് വളരെ എളുപ്പമാണ്. നമ്മൾ എടുത്ത അതേപോലെ തന്നെ ഒരു ഭാഗം ഉണ്ടാവും, ഒരു ഭാഗം ഇത് നിവർത്തി വെക്കുക. ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. ഇവിടെ ഇങ്ങനെ കയറ്റി വെക്കുക. ഭാഗത്ത് ഇങ്ങനെ പുറകോട്ട് ഫിക്സ് ചെയ്യുക. ഇനി മുകളിലേക്ക് വലിക്കുക. കണ്ടില്ലേ? ഇങ്ങനെ മുകളിലേക്ക് വലിച്ചത് ലോക്കായി. ഇനി ഇതേപോലെ ഇങ്ങനെ വെക്കുക. ഇതിപ്പോൾ രണ്ട് വൈപ്പർ ബ്ലേഡും വലിപ്പം വ്യത്യാസമുണ്ട്, അതുകൊണ്ട് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കുക. നമുക്ക് റിയർ വൈപ്പർ ബ്ലേഡ് എങ്ങനെ ചേഞ്ച് ചെയ്യാമെന്ന് നോക്കാം. റിയർ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ ആദ്യം ഒരു വൈപ്പർ നിവർത്തുക. ഈ ബ്ലേഡിൻ്റെ ഈ ഭാഗം മുകളിലേക്ക് വലിക്കുക. എന്നിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് ഊരിയെടുക്കാൻ വേണ്ടി സാധിക്കും. കണ്ടില്ലേ? ഇത് ചേഞ്ച് ചെയ്യുക. തിരിച്ചു വെക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ വെച്ചൊന്ന് പ്രസ് ചെയ്യുക. ഈ ഒരു സ്ലോട്ടിലേക്ക് കയറി നിൽക്കും. കണ്ടില്ലേ? സ്ലോട്ടിലേക്ക് കയറി നിന്നു. ഇനി താഴേക്ക് പ്രസ് ചെയ്യുക. ഇനി ഇവിടെ വെക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വെച്ച് തന്നെ ചെയ്യാം. ഈ ഒരു വൈപ്പർ ബ്ലേഡിൻ്റെ ലൈഫ് വന്നാൽ 1 വർഷമാണ്. 1-2 വർഷം, അതായത് 1-2 മഴക്കാലം. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈപ്പർ ബ്ലേഡ് ചേഞ്ച് ചെയ്യേണ്ടതാണ്. അല്ലെങ്കിൽ വൈപ്പർ ഇടുമ്പോൾ ഗ്ലാസ് നല്ല രീതിയിൽ ക്ലീൻ ആവില്ല. ഇത് രാത്രി കാലങ്ങളിലാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറ്.